ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി സ്വപ്നം കണ്ട മലയാള സിനിമ അത് തന്നെയാണ് മാർക്കോ. അന്യഭാഷകളിൽ പോയി തരംഗം സൃഷ്ടിക്കുന്ന ഒരു മലയാള സിനിമ അതെന്നും നമ്മുടെ സ്വപ്നങ്ങളിലുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ഇതുവരെയുള്ള കേരള കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ, അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, അതുകൂടാതെ എത്രത്തോളം സ്ക്രീനുകളിൽ ഇന്ന് സിനിമ ഓടുന്നു, ഹിന്ദി, തെലുങ്ക്, മലയാളം, ഇനി തമിഴ്, അങ്ങനെയുള്ള അതേപോലെ സിനിമയുടെ ബഡ്ജറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ തെലുങ്കിൽ 300 മുകളിലുള്ള തിയേറ്ററുകളിലെത്തുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ്. തുടക്കം പല യൂട്യൂബേഴ്സും ചെറിയ രീതിയിൽ നെഗറ്റീവ് ഇട്ടുവെങ്കിൽ ഇന്ന് ശക്തമായ രീതിയിൽ സിനിമ കുതിച്ചു കയറുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റെഡ് അലർട്ട് എന്ന് തന്നെ പറയാം. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പല തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുള്ള് ഷോകളും ആയിട്ട് നടക്കുന്നത്. 422 ടിക്കറ്റുകളുള്ള തിയേറ്ററിൽ വെറും 4 ടിക്കറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. എന്തായാലും തെലുങ്കർക്കും ഇത് വലിയ രീതിയിലുള്ള താല്പര്യമായിരിക്കുകയാണ്. ആക്ഷൻ ലവേഴ്സായ തെലുങ്കന്മാർക്ക് ഇത് ഒരു ബ്ലഡ് ബാത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായ ഒരു അപ്ഡേറ്റ് പുറത്തു വരുന്നത്. ഹിന്ദിയിൽ നിന്ന് സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. ഹിന്ദിയിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 4 കോടിയോളമാണ്. ഇനി സിനിമയുടെ നമുക്ക് ടോട്ടൽ കളക്ഷൻ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് 37 കോടിയോളമാണ് 12 ദിവസങ്ങൾ കൊണ്ട്. 8 കോടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 12 ദിവസങ്ങൾ കൊണ്ട് നേടിയതായി റിപ്പോർട്ട് ചെയ്യുന്നത്. 32 കോടിക്ക് മുകളിലാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്, ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതിൽ തന്നെ ഹിന്ദിയിൽ നമുക്ക് എടുത്തു പറയാം ഏറ്റവും കൂടുതൽ കളക്ഷൻ വരികയാണ്. ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ കൂടി വരുന്നു എന്നുള്ളതാണ്. 500 മുകളിലുള്ള സ്ക്രീനുകളിലാണ് സിനിമ ഇപ്പോൾ ഓടുന്നത്. 4 കോടിക്ക് മുകളിലായി 12 ദിവസത്തെ കളക്ഷൻ. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ആദ്യ ആഴ്ചയിൽ വെറും 29 ലക്ഷം രൂപ നേടിയ സിനിമ പിന്നീടാണ് ആ ഒരു കുതിപ്പ് നേടിയത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഇനിയും സ്ക്രീനുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 500 മുകളിലുള്ള സ്ക്രീനുകളിലാണ് ഹിന്ദിയിൽ ഇപ്പോൾ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തെലുങ്ക് റിലീസ് വന്നപ്പോൾ 300 മുകളിലുള്ള സ്ക്രീനുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 400 മുകളിലുള്ള സ്ക്രീനുകളിലാണ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് മറ്റന്നാളാണ്, 3-ാം തീയതി ജനുവരി. അന്നേരം 200 മുകളിലുള്ള തിയേറ്ററുകളിൽ അല്ലെങ്കിൽ സ്ക്രീനുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. മൊത്തം 1400ഓളം ഷോകളാണ് ഇന്ത്യക്കകത്ത് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കളക്ഷനിൽ സിനിമ 77 കോടിയും കടന്നിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ ആൻഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു 75 കോടിയുടെ പോസ്റ്റർ വരാനായിട്ട്. 75 കോടി പിന്നിട്ടിട്ട് ദിവസങ്ങളാവുന്നു. നമ്മൾ സാധാരണ ഒരുപാട് പേരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 80 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനോടെ ഒരുപക്ഷെ 83-84 കോടി എത്തും എന്നുള്ളതാണ്. ഈ ഒരു ന്യൂ ഇയർ ദിനവും തകർത്തുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തെലുങ്കിൽ എങ്ങും പോസിറ്റീവ്, ഹെവി പോസിറ്റീവ് തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ കഴിയുന്നത്. തെലുങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.